ഒരു ശുഭവാർത്ത രാജസ്ഥാനിലെ സിക്കറിൽ അമ്രാറാം ജയിച്ചു എന്ന വാർത്ത വരികയാണ്. വലിയ ന്യൂസാണ്. CPM-ന് വലിയ വാർത്തയാണ്. ഒരു സീറ്റ് എന്ന് പറഞ്ഞാൽ അത് രാജസ്ഥാനിൽ നിന്ന് ഒരു സീറ്റ് CPM-ന് കിട്ടുന്നു. പക്ഷേ കേരളത്തിൽ 18-1 ആയാൽ കേരളത്തിൽ ആ വിജയത്തിന്റെ തിളക്കമൊന്നും പറഞ്ഞു നിൽക്കാൻ പോലും കഴിയാത്തത്ര ദയനീയാവസ്ഥയിലേക്ക് അത് സംഭവിക്കും. കാരണം ഒരു സീറ്റ് ജയിച്ചു എന്നുള്ളതല്ല, ഒരു തരംഗങ്ങളും ഇല്ലാത്ത വീണ്ടും ചെറുതായിട്ട് മാറി 1346 1332 നിന്നും 1346 ആയിട്ട് LDF-ന്റെ ലീഡ് അല്പം മെച്ചപ്പെടുന്നു. അല്പം മാത്രം. അത് തന്നെയാണ് ആ നേതാവ് പറഞ്ഞതിന്റെ രത്ന ചുരുക്കവും. അതെ, എണ്ണി 1 2 3 എന്ന് എണ്ണി എടുക്കണം. അവിടെ ലീഡും ഭൂരിപക്ഷവും ഓരോ ബൂത്ത് കഴിയുമ്പോൾ ഈ അമ്രാറാം ജയിച്ച കാര്യം പറയുന്നുണ്ടല്ലോ. ഇപ്പൊ ഈ CBI ഡയറക്ടർ സിനിമയിൽ ഈ അദ്ദേഹത്തിന്റെ പ്രതാപേന്ദ്രന്റെ കഥാപാത്രം എനിക്ക് CBI ഡൽഹിയിലുമുണ്ട് പിടി എന്ന് പറയുന്ന പോലെ ഇനിയിപ്പോ ഞങ്ങൾക്ക് രാജസ്ഥാനിലുമുണ്ട്. ഒരു കനൽ തിരി നോക്കൂ. ബനസ്കന്ത മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു. ഇവിടെയാണ് നിങ്ങളുടെ 2 കാളയിൽ ഒരു കാളയെ എടുത്ത് കോൺഗ്രസ് വന്നാൽ മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്ന പ്രധാനമന്ത്രി പ്രസംഗിച്ചത്. എന്തായാലും അതിന്റെ ഗുണം ഉണ്ടായി തോന്നുന്നു. നോക്കൂ ആ ടാലിയിലേക്ക് 17-2-1 ആ 2 എന്നത് വളരെ പ്രധാനമാണ്. അവിടെ തിരുവനന്തപുരത്തെ ലീഡ് അല്പം മാറിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇപ്പോൾ 15,780. നേരത്തെ അത് തന്നെയായിരുന്നോ? എനിക്ക് സംശയം. 1780. ശശി തരൂർ 15,780. തിരുവനന്തപുരം ചെറിയ മാറ്റമുണ്ട്. ശരത് പവാർ 3 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി വൈകുന്നേരം കാണുന്നു. ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നു. ചന്ദ്രബാബു നായിഡുവിന് സീതാറാം യെച്ചൂരിയുടെ ഫോൺ, ചന്ദ്രബാബു നായിഡുവിന് ശരത് പവാറിന്റെ ഫോൺ. ചന്ദ്രബാബു നായിഡു ഇന്ത്യ പക്ഷത്തേക്ക് തിരിയുമോ? 1334 LDF-ന്റെ ലീഡ് ആറ്റിങ്ങലിൽ കുറയുന്നു. എണ്ണി ഓരോ വോട്ടും ഇപ്പോൾ 1334. മത്സരമാണ്.